നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. സോ ദ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ്, അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന കൺസംഷൻ തിയറി ആണ്. ഈ തിയറിയും വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് വാസ് ഡെവലപ്ഡ് ബൈ മിൽട്ടൺ ഫ്രീഡ്മാൻ. മിൽട്ടൺ ഫ്രീഡ്മാൻ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഇക്കണോമിസ്റ്റ് ആണ് പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന കൺസംഷൻ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. Consumption depends on current income and anticipated future income. ഫ്രീഡ്മാന്റെ അഭിപ്രായത്തിൽ നമ്മൾ പറഞ്ഞു മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ് പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടുവന്നിരിക്കുന്നത്. മിൽട്ടൺ ഫ്രീഡ്മാന്റെ അഭിപ്രായത്തിൽ കറന്റ് കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കറന്റ് ഇൻകത്തിനെയും അതുപോലെ ആന്റിസിപ്പേറ്റഡ് ഫ്യൂച്ചർ ഇൻകത്തെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കറന്റ് കൺസംഷൻ. ആന്റിസിപ്പേറ്റഡ് ഫ്യൂച്ചർ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസ് പ്രതീക്ഷിക്കുന്ന ഭാവിയിലുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള വരുമാനത്തിനെയാണ് നമ്മൾ ആന്റിസിപ്പേറ്റഡ് ഫ്യൂച്ചർ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ എന്റെ കറന്റ് കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് എന്റെ കറന്റ് ഇൻകത്തെയും അതുപോലെ തന്നെ എനിക്ക് ഭാവിയിൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എന്റെ കറന്റ് കൺസംഷൻ നിലനിൽക്കുന്നത് എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. പെർമനന്റ് ഇൻകം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹം പറയുന്നത് കറന്റ് കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കറന്റ് ഇൻകത്തിനെയും ഒപ്പം തന്നെ ആന്റിസിപ്പേറ്റഡ് ഫ്യൂച്ചർ ഇൻകത്തെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കറന്റ് കൺസംഷൻ നിലനിൽക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. Current income consists of two components, the permanent income and transitory income. Then അടുത്തത് നമ്മൾ പറഞ്ഞു കറന്റ് കൺസംഷനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഇൻകം. അടുത്തത്തെ തിയറിയിൽ നമ്മൾ പറയുന്നത് കറന്റ് ഇൻകം വിച്ച് കൺസിസ്റ്റ് ഓഫ് ടു കമ്പോണൻസ്. കറന്റ് ഇൻകത്തില് രണ്ട് കമ്പോണൻസ് വരുന്നുണ്ട്. കറന്റ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ ഇപ്പോ പ്രസന്റ്ലി നമുക്ക് കിട്ടുന്ന ആ ഒരു സാലറി ഇൻകം എന്ന് പറയുന്നത്. കറന്റ് ഇൻകത്തില് മെയിൻ ആയിട്ട് രണ്ട് കമ്പോണൻസ് ആണ് വരുന്നത്, പെർമനന്റ് ഇൻകം ആൻഡ് ട്രാൻസിറ്ററി ഇൻകം. കറന്റ് ഇൻകത്തില് രണ്ട് ഫാക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. മെയിൻ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ മെയിൻ കമ്പോണൻസ് ആണ് പെർമനന്റ് ഇൻകം അതുപോലെ തന്നെ ട്രാൻസിറ്ററി ഇൻകം. അപ്പൊ കറന്റ് ഇൻകം കൊണ്ട് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മിൽട്ടൺ ഫ്രീഡ്മാൻ മീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു മീനിങ്ങിൽ രണ്ട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കറന്റ് ഇൻകം വിച്ച് ഈസ് ഈക്വൽ ടു പെർമനന്റ് ഇൻകം പ്ലസ് ട്രാൻസിറ്ററി ഇൻകം എന്നാണ് മിൽട്ടൺ ഫ്രീഡ്മാൻ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കറന്റ് കൺസംഷനെ ഡിറ്റർമിൻ ചെയ്യുന്ന അല്ലെങ്കിൽ കറന്റ് കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് കറന്റ് ഇൻകം ആൻഡ് ആന്റിസിപ്പേറ്റഡ് ഫ്യൂച്ചർ ഇൻകം. ദെൻ ഇതിൽ മാത്രം പറയാൻ കറന്റ് ഇൻകം രണ്ട് കാര്യങ്ങളാണ് പെർമനന്റ് ഇൻകം അതുപോലെ തന്നെ ട്രാൻസിറ്ററി ഇൻകം. എന്താണ് പെർമനന്റ് ഇൻകം, എന്താണ് ട്രാൻസിറ്ററി ഇൻകം എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. ദെൻ അടുത്തത് സ്ലൈഡിൽ എഴുതിയിട്ടുള്ളത് നോക്കാം. YC വിച്ച് ഈസ് ഈക്വൽ ടു YP പ്ലസ് YT. YC എന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ് ഇൻകത്തിനെയാണ്. ഇൻകത്തിന് നമ്മൾ എല്ലാ ടൈമിലും ക്യാപിറ്റൽ ലെറ്റർ Y കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. കറന്റ് ഇൻകത്തിനെ നമ്മൾ YC എന്ന് പറഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നു. ഇൻകത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് YP എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ദെൻ ട്രാൻസിറ്ററി ഇൻകത്തിനെ YT എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതിന് ക്ലിയർ ആയെന്ന് വിചാരിച്ചിൽ വരുന്ന രണ്ട് മെയിൻ കമ്പോണൻസ് ആണ് പെർമനന്റ് ഇൻകം ആൻഡ് ട്രാൻസിറ്ററി ഇൻകം. സോ കറന്റ് ഇൻകം വിച്ച് ഈസ് ഈക്വൽ ടു പെർമനന്റ് ഇൻകം പ്ലസ് ട്രാൻസിറ്ററി ഇൻകം. Then permanent income is defined as the household's average anticipated income to be received over a long period of time. Then അടുത്തത് നമ്മൾ പറഞ്ഞു കറന്റ് ഇൻകത്തിൽ വരുന്ന
രണ്ട് കമ്പോണന്റ് ആണ് പെർമനന്റ് ഇൻകം, ട്രാൻസിറ്ററി ഇൻകം. അതിൽ പെർമനന്റ് ഇൻകം എന്താണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പെർമനന്റ് ഇൻകം is defined as the household's average anticipated income to be received over a long period of time. അതായത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു കുടുംബത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ശരാശരി വരുമാനത്തിനെയാണ് നമ്മൾ സിംപ്ലി പെർമനന്റ് ഇൻകം എന്ന് പറയുന്നത്. അതൊരു ലോങ് പീരീഡ് ഡ്യൂറേഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പെർമനന്റ് ഇൻകത്തിനെ നോക്കിക്കാണുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു ലോങ് ഡ്യൂറേഷനിൽ ഫാമിലിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ശരാശരി വരുമാനത്തിനെ അല്ലെങ്കിൽ ആവറേജ് ഇൻകത്തിനെയാണ് നമ്മൾ പെർമനന്റ് ഇൻകം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലോങ് റൺ കോൺസെപ്റ്റ്. പെർമനന്റ് ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് റൺ കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ലോങ് ഡ്യൂറേഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അതിനെ നോക്കിക്കാണുന്നത്. ദെൻ ട്രാൻസിറ്ററി ഇൻകം ഈസ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ട്രാൻസിറ്ററി ഇൻകം ആണ്. ട്രാൻസിറ്ററി ഇൻകം ഈസ് അൺആന്റിസിപ്പേറ്റഡ് ഇൻകം ആൻഡ് സോ ഇറ്റ് മേ ബി പോസിറ്റീവ്, നെഗറ്റീവ്. അപ്പോൾ ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു കറന്റ് ഇൻകത്തിൽ വരുന്ന ആദ്യത്തെ ഫാക്ടർ ആയിരുന്നു പെർമനന്റ് ഇൻകം. പെർമനന്റ് ഇൻകം എന്താണെന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ട്രാൻസിറ്ററി ഇൻകം. ട്രാൻസിറ്ററി ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺആന്റിസിപ്പേറ്റഡ് ഇൻകം ആണ്. അൺആന്റിസിപ്പേറ്റഡ് ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഇൻകം ആണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല, അപ്രതീക്ഷിതമായി കിട്ടുന്ന ഇൻകം ആണ് ഇവിടെ ട്രാൻസിറ്ററി ഇൻകം എന്ന് നമ്മൾ പറയുന്നത്. അപ്രതീക്ഷിതമായിട്ട് ഇൻകം ചിലപ്പോൾ നമുക്ക് ലോസ് സംഭവിക്കാം, ചിലപ്പോൾ നമുക്ക് ഗെയിൻ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അൺആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഇൻകം ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്നത് ജസ്റ്റ് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താന്, ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ്. അദ്ദേഹം സിംപ്ലി പറയുന്നത് കറന്റ് കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ കറന്റ് കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മെയിൻ ആയിട്ട് കറന്റ് ഇൻകത്തിനെയും അതുപോലെ തന്നെ ആന്റിസിപ്പേറ്റഡ് ഫ്യൂച്ചർ ഇൻകത്തിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു ഇൻഡിവിജ്വലിന്റെ കറന്റ് കൺസംഷൻ നിലനിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് കറന്റ് ഇൻകത്തിൽ വരുന്ന രണ്ട് മെയിൻ കമ്പോണൻസ് ആണ് പെർമനന്റ് ഇൻകം ആൻഡ് ട്രാൻസിറ്ററി ഇൻകം. പെർമനന്റ് ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു ഫാമിലിക്ക് ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ശരാശരി വരുമാനത്തിനെയാണ് നമ്മൾ പെർമനന്റ് ഇൻകം എന്ന് പറയുന്നത്. ദെൻ ട്രാൻസിറ്ററി ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന വരുമാനത്തിനെയാണ് നമ്മൾ താൽക്കാലിക വരുമാനം അല്ലെങ്കിൽ ട്രാൻസിറ്ററി ഇൻകം എന്ന് പറയുന്നത്. ട്രാൻസിറ്ററി ഇൻകം ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. Then, according to Friedman, a household's actual consumption may also be divided into permanent consumption and transitory consumption. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? കറന്റ് ഇൻകത്തിനെ പെർമനന്റ് ഇൻകം എന്നും അതുപോലെ തന്നെ ട്രാൻസിറ്ററി ഇൻകം എന്നും കറന്റ് ഇൻകത്തിൽ വരുന്ന രണ്ട് കമ്പോണൻസിനെ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കറന്റ് കൺസംഷന്റെ കേസാണ്. കറന്റ് ഇൻകത്തെ പോലെ തന്നെ കറന്റ് ഇൻകത്തിൽ പെർമനന്റ് ഇൻകം പ്ലസ് ട്രാൻസിറ്ററി ഇൻകം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കറന്റ് ഇൻകം. ദെൻ നെക്സ്റ്റ് മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നതാണ് കറന്റ് കൺസംഷനിലും ഇതുപോലെ രണ്ട് കമ്പോണൻസ് ഇൻക്ലൂഡഡ് ആണെന്നാണ് പറയുന്നത്. They are the permanent consumption and the transitory consumption. കറന്റ് കൺസംഷനിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ് പെർമനന്റ് കൺസംഷനും അതുപോലെ ട്രാൻസിറ്ററി കൺസംഷനും. സോ കറന്റ് കൺസംഷൻ വിച്ച് ഈസ് ഈക്വൽ ടു പെർമനന്റ് കൺസംഷൻ പ്ലസ് ട്രാൻസിറ്ററി കൺസംഷൻ. നമ്മൾ അതിനെ എഴുതിയിട്ടുള്ളത് ശ്രദ്ധിക്കുക. സെക്കൻഡ് പോയിന്റിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് കറന്റ് കൺസംഷനെ CC എന്ന് പറഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പെർമനന്റ് കൺസംഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ CP എന്നുകൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യും. ട്രാൻസംഷനെ റെപ്രസെന്റ് ചെയ്തിട്ട് CT എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ CC which is equal to CP plus CT. Current consumption which is equal to permanent consumption plus transitory consumption. Then the permanent consumption is consumption determined by permanent income. അടുത്തത് നമ്മൾ പറയുന്നതാണ്
permanent consumption is consumption determined by permanent income. പെർമനന്റ് കൺസംഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത് പെർമനന്റ് ഇൻകം ആണ്. പെർമനന്റ് ഇൻകം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദീർഘകാല അടിസ്ഥാനത്തിൽ, അതൊരു ലോങ് റണ്ണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പെർമനന്റ് ഇൻകത്തിനെ നോക്കിക്കാണുന്നത്. ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു ഫാമിലിക്ക് ലഭിക്കും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ശരാശരി വരുമാനത്തിനെയാണ് നമ്മൾ പെർമനന്റ് ഇൻകം എന്ന് പറയുന്നത്. ആ പെർമനന്റ് ഇൻകം ആണ് ഒരു ഇൻഡിവിജ്വലിന്റെ പെർമനന്റ് കൺസംഷനെ ഡിറ്റർമിൻ ചെയ്യുന്ന മെയിൻ ഫാക്ടർ എന്നാണ് ഇവിടെ മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നത്. Then transitory consumption is unanticipated consumption. It is temporary in character and it may be either positive or negative. Then നമ്മൾ പറഞ്ഞിരുന്നു ട്രാൻസിറ്ററി ഇൻകത്തിന്റെ കേസ് നമ്മൾ പറഞ്ഞു. ട്രാൻസിറ്ററി ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺആന്റിസിപ്പേറ്റഡ് ഇൻകം ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്രതീക്ഷിതമായി ലഭിക്കുന്ന വരുമാനത്തിനെയാണ് നമ്മൾ ട്രാൻസിറ്ററി ഇൻകം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. ചിലപ്പോൾ നമുക്ക് ഇൻകം ലഭിക്കാം, ചിലപ്പോൾ നമുക്ക് ഇൻകം ലഭിക്കില്ല, നമുക്കൊരു ലോസ് സംഭവിക്കാം. അപ്പൊ അത് ഡിപ്പെൻസ്, പോസിറ്റീവോ നെഗറ്റീവ് ആവാനുള്ള ചാൻസസ് അവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ട്രാൻസിറ്ററി കൺസംഷന്റെ കേസ് തന്നെയാണ്. ട്രാൻസിറ്ററി കൺസംഷൻ which means unanticipated consumption. Unanticipated അതായത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കൺസംഷൻ ാണ് നമ്മൾ ട്രാൻസിറ്ററി കൺസംഷൻ എന്ന് പറയുന്നത്. അതൊരു അൺആന്റിസിപ്പേറ്റഡ് കൺസംഷൻ ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അൺആന്റിസിപ്പേറ്റഡ് കൺസംഷൻ ടെമ്പററി ക്യാരക്ടറിലായിരിക്കും. റീസൺ വേറെ ഒന്നുമല്ല, അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ അത് എല്ലാ ടൈമിലും ഉണ്ടായിരിക്കില്ല, അത് ടെമ്പററി ക്യാരക്ടർ ആയിരിക്കും. ഇറ്റ് മേ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പൊ കൺസംഷൻ ചിലപ്പോൾ നമുക്ക് കൂടാം അല്ലെങ്കിൽ നമുക്ക് കുറയാം. Then the permanent income hypothesis is based on 3 assumptions. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞത് ജസ്റ്റ് ഒന്നുകൂടെ പറയാം, മെയിൻ പോയിന്റ്സ് മാത്രം. മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ് പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. then അതിൽ നമ്മൾ പറഞ്ഞ മെയിൻ കാര്യങ്ങളായിരുന്നു കറന്റ് ഇൻകം വിച്ച് ഇസ് ഈക്വൽ ടു പെർമനന്റ് ഇൻകം പ്ലസ് ട്രാൻസിറ്ററി ഇൻകം. കറന്റ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പെർമനന്റ് ഇൻകം, ട്രാൻസിറ്ററി ഇൻകം ഇൻക്ലൂഡഡ് ആണ്. പെർമനന്റ് ഇൻകം ഒരു ലോങ് റൺ കോൺസെപ്റ്റ് ആണ്. ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു ഫാമിലിക്ക് ലഭിക്കുന്ന പ്രതീക്ഷിത ശരാശരി വരുമാനമാണ് പെർമനന്റ് ഇൻകം. ദെൻ ട്രാൻസിറ്ററി ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്ന വരുമാനത്തിനെയാണ് നമ്മൾ സിംപ്ലി ട്രാൻസിറ്ററി ഇൻകം എന്ന് പറയുന്നത്. ദെൻ ഈ കറന്റ് ഇൻകം പോലെ തന്നെ കൺസംഷനെയും കറന്റ് കൺസംഷനെയും നമ്മൾക്ക് 2 കമ്പോണന്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ കറന്റ് കൺസംഷനെ നോക്കി കാണുന്നത്. കറന്റ് കൺസംഷൻ വിച്ച് ഈസ് ഈക്വൽ ടു പെർമനന്റ് കൺസംഷൻ പ്ലസ് ട്രാൻസിറ്ററി കൺസംഷൻ ആണ്. പെർമനന്റ് കൺസംഷൻ is consumption determined by permanent income. പെർമനന്റ് ഇൻകത്താൽ ഡിറ്റർമിൻ ചെയ്യപ്പെടുന്ന കൺസംഷനെയാണ് നമ്മൾ പെർമനന്റ് കൺസംഷൻ എന്ന് പറയുന്നത്. ദെൻ ട്രാൻസിറ്ററി കൺസംഷൻ ഈസ് അൺആന്റിസിപ്പേറ്റഡ് കൺസംഷൻ. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കൺസംഷൻ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഉപഭോഗത്തെയാണ് നമ്മൾ പറയും. മേ ബി ഇത് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയി പറഞ്ഞു വന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഈ ഒരു പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് ബേസ് ചെയ്തിട്ടുള്ള 3 അസംഷൻസ് ആണ്. ദേ ആർ ദ ഫസ്റ്റ് വൺ, പെർമനന്റ് ഇൻകം ആൻഡ് ട്രാൻസിറ്ററി ഇൻകം ആർ ഇൻഡിപെൻഡന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർമനന്റ് ഇൻകം പ്ലസ് ട്രാൻസിറ്ററി ഇൻകം ആണ് ഒരു ഇൻഡിവിജ്വലിന്റെ കറന്റ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ അതില് നമ്മൾ പറഞ്ഞ 2 ഫാക്ടേഴ്സും, അതായത് പെർമനന്റ് ഇൻകം എന്ന് പറയുന്നതും ട്രാൻസിറ്ററി ഇൻകം എന്ന് പറയുന്നതും രണ്ടും ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്ന കമ്പോണൻസ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. ഇൻകത്തിൽ വരുന്ന 2 ഫാക്ടേഴ്സ് ആണ് പെർമനന്റ് ഇൻകം ആൻഡ് ട്രാൻസിറ്ററി ഇൻകം. കറന്റ് ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനന്റ് ഇൻകം ട്രാൻസിറ്ററി ഇൻകം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണോ അതാണ് കറന്റ് ഇൻകം. അതിൽ വരുന്ന ഈ 2 കമ്പോണൻസും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ട്രാൻസിറ്ററി ഇൻകത്തെയോ അല്ലെങ്കിൽ ട്രാൻസിറ്ററി ഇൻകത്തിൽ വരുന്ന ചേഞ്ച് പെർമനന്റ് ഇൻകത്തെയോ യാതൊരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. സോ ദേ ആർ ഇൻഡിപെൻഡന്റ്.
ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പെർമനന്റ് ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് റൺ കോൺസെപ്റ്റ് ആയിരുന്നു. ട്രാൻസിറ്ററി ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺആന്റിസിപ്പേറ്റഡ് ഇൻകം ആണ്. ഒരു ഇൻഡിവിജ്വലിന്റെ പെർമനന്റ് ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ടല്ല ട്രാൻസിറ്ററി ഇൻകം നിലനിൽക്കുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് കമ്പോണൻസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു തിയറിയിൽ നോക്കിക്കാണുന്നത്. Then second assumption is permanent consumption and transitory consumption are independent. Then next നമ്മൾ കൺസംഷനിൽ പറഞ്ഞതായിരുന്നു ഒരു ഇൻഡിവിജ്വലിന്റെ കറന്റ് കൺസംഷൻ വിച്ച് ഇസ് ഈക്വൽ ടു പെർമനന്റ് കൺസംഷൻ പ്ലസ് ട്രാൻസിറ്ററി കൺസംഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് പെർമനന്റ് കൺസംഷനും ട്രാൻസിറ്ററി കൺസംഷനും രണ്ടും ഇൻഡിപെൻഡന്റ് ആണ്. വേറെ ഒരിക്കലും ഒരു കൺസംഷൻ നോക്കിക്കൊണ്ടല്ല ആ ഇൻഡിവിജ്വലിന്റെ ട്രാൻസിറ്ററി കൺസംഷൻ വരുന്നത്. ട്രാൻസിറ്ററി കൺസംഷൻ വിച്ച് ഈസ് അൺആന്റിസിപ്പേറ്റഡ് കൺസംഷൻ ആണ്. അപ്രതീക്ഷിതമായിട്ടാണ് ആ ഒരു ഇൻഡിവിജ്വലിന് ട്രാൻസിറ്ററി കൺസംഷൻ ഉണ്ടാകുന്നത്. പ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കൺസംഷൻ ആണ് ട്രാൻസിറ്ററി കൺസംഷൻ. അതൊരിക്കലും ഒരു ഇൻഡിവിജ്വലിന്റെ പെർമനന്റ് കൺസംഷനെ ബേസ് ചെയ്തുകൊണ്ടല്ല. നമ്മൾക്ക് എപ്പോഴാണ് ഒരു അപ്രതീക്ഷിതമായിട്ടൊരു കൺസംഷൻ ചെലവ് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള അൺഫോഴ്സിൻ എമർജൻസീസ് നമുക്ക് വരാം. അതൊരിക്കലും എമേർജ് ചെയ്ത് വരുന്നത് നമ്മളുടെ പെർമനന്റ് കൺസംഷനെ നോക്കിക്കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പെർമനന്റ് കൺസംഷനും ട്രാൻസിറ്ററി കൺസംഷൻ എന്ന് പറയുന്ന രണ്ട് കമ്പോണൻസും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. The third one, the transitory consumption and transitory income are independent. നമ്മൾ പറഞ്ഞു ട്രാൻസിറ്ററി കൺസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായി വരുന്ന കൺസംഷനെയാണ് നമ്മൾ സിംപ്ലി എന്ന് പറയുന്നത് ട്രാൻസിറ്ററി കൺസംഷൻ എന്ന് പറയുന്നത്. ദെൻ ട്രാൻസിറ്ററി ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഇൻകത്തിനെയാണ് നമ്മൾ ട്രാൻസിറ്ററി ഇൻകം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻഡിവിജ്വലിന് ഒരു ലോട്ടറി ലഭിച്ചു. ആ ഒരു ലോട്ടറി ഒരു ഇൻഡിവിജ്വലിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പോസിറ്റീവ് സൈൻ ആണ് അത് കാണിക്കുന്നത്. അത് ഒരു ട്രാൻസിറ്ററി ഇൻകത്തിനൊരു എക്സാമ്പിൾ ആണ്. അപ്പോ ആ ഒരു ട്രാൻസിറ്ററി ഇൻകം അതുപോലെ തന്നെ ട്രാൻസിറ്ററി ഇൻകം ട്രാൻസിറ്ററി കൺസംഷനും ഡിപ്പെൻഡ് ചെയ്തോളുന്ന യാതൊരു തരത്തിലും നിർബന്ധമില്ല. നമ്മൾക്ക് കിട്ടിയ ലോട്ടറി യൂസ് ചെയ്തുകൊണ്ട് അല്ല നമ്മളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഉപഭോഗം വരുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരു ലോട്ടറി നമുക്ക് കിട്ടി, ലോട്ടറി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്കൊരു അപ്രതീക്ഷിതമായിട്ടൊരു ചെലവ് ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. സോ ദേ ആർ ഇൻഡിപെൻഡന്റ്. അപ്പൊ പലപ്പോഴും ഈ ഒരു തിയറിയിൽ അദ്ദേഹം പറയുന്നത് നമുക്കൊരു പോസിറ്റീവ് ട്രാൻസിറ്ററി ഇൻകം ഒരു ഇൻഡിവിജ്വലിലേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ലോട്ടറിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗെയിമിന്റെ രൂപത്തിൽ ഒരു ഇൻഡിവിജ്വലിന് ട്രാൻസിറ്ററി ഇൻകം വന്നു ചേർന്ന് കഴിഞ്ഞാൽ ആ ഒരു ഇൻകം ഒരിക്കലും അയാള് കൺസംഷന് വേണ്ടിയിട്ടായിരിക്കില്ല യൂസ് ചെയ്യുന്നത്. കൂടുതൽ പോർഷനും അദ്ദേഹം സേവിങ്സിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുക എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ദെൻ ട്രാൻസിറ്ററി കൺസംഷൻ കേസ് ഒന്നും കൂടെ പറയാം. ട്രാൻസിറ്ററി കൺസംഷൻ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിസീസ് വന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസുഖം ഒരു ഇൻഡിവിജ്വൽ ഫേസ് ചെയ്തു, അതൊരു ട്രാൻസിറ്ററി കൺസംഷൻ ആണ്. അത് ഒരു അൺഫോഴ്സിൻ എമർജൻസി ആയിരുന്നു അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി വന്ന ഒരു ഉപഭോഗമായിരുന്നു. അതൊരിക്കലും നമ്മളുടെ ട്രാൻസിറ്ററി ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ ആ ഒരു ഉപഭോഗം മീറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇത് രണ്ടും ട്രാൻസിറ്ററി കൺസംഷനും ട്രാൻസിറ്ററി ഇൻകം ഒരു സെയിം ടൈമിൽ ഒരു ഇൻഡിവിജ്വലിലേക്ക് വന്നു ചേർന്നോളെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധവും ഇല്ല. And the transitory consumption and transitory income are independent. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാൻസിറ്ററി കൺസംഷനും അപ്രതീക്ഷിതമായിട്ടുള്ള ഉപഭോഗവും ട്രാൻസിറ്ററി ഇൻകം അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ലഭിക്കുന്ന വരുമാനവും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഡിപ്പെൻഡൻസിയും ഇല്ല എന്നാണ് പറയുന്നത്. And it implies that MPC from transitory income is zero. MPC എന്താണെന്നുള്ളത് നമുക്കറിയാം, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്, which is equal to delta C divided by delta Y ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചേഞ്ച് ഇൻ കൺസംഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻകം ചെയ്യുമ്പോഴാണ് നമുക്ക് MPC കിട്ടുന്നത്. അപ്പൊ ഈ ഒരു അസംഷൻ, തേർഡ് അസംഷനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു തിയറിയിൽ പറയുന്നത് എന്താണ്, MPC ഫ്രം ട്രാൻസിറ്ററി ഇൻകം ഈസ് സീറോ എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ് മീൻ ചെയ്യുന്നത്, ഇൻകത്തിൽ വന്ന ഒരു ചേഞ്ചിന്റെ ഭാഗമായിട്ട് അവിടെ കൺസംഷനിൽ യാതൊരു തരത്തിലുള്ള ചേഞ്ചും ഉണ്ടായിട്ടില്ല. സോ MPC വിച്ച് ഈസ് ഈക്വൽ ടു സീറോ എന്നാണ് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തത് നമുക്ക് പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. Friedman's basic argument is that permanent consumption is a constant proportion of permanent income. ഈ പറഞ്ഞ
കാര്യങ്ങളിൽ നിന്നുകൊണ്ട് കുറെ ഐഡിയാസ് നമ്മൾ പറഞ്ഞു. ദെൻ നമ്മളൊരു അസംഷൻസ് 3 അസംഷൻസ് പറഞ്ഞു. ദെൻ ഇതിൽ നിന്ന് എല്ലാം നമ്മൾ അതിനെ കൺക്ലൂഡ് ചെയ്ത് പറയുന്ന ഒരു സ്ലൈഡാണ് നിങ്ങൾ കാണുന്നത്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഫ്രീഡ്മാൻസ് ബേസിക് ആർഗ്യുമെന്റ് ഈസ് ദാറ്റ് പെർമനന്റ് കൺസംഷൻ ഈസ് എ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ഓഫ് പെർമനന്റ് ഇൻകം. മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നത് സ്ഥിര ഉപഭോഗം, അതായത് പെർമനന്റ് കൺസംഷൻ സ്ഥിര വരുമാനത്തിന്റെ ഒരു നിശ്ചിത അനുപാതമാണ് എന്നാണ് ഇവിടെ ഈ ഒരു തിയറിയിൽ പറയുന്നത്. തിയറിയിൽ നമുക്ക് അങ്ങനെ സമ്മറൈസ് ചെയ്യാം. പെർമനന്റ് കൺസംഷൻ ഈസ് എ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ഓഫ് പെർമനന്റ് ഇൻകം. പെർമനന്റ് ഇൻകത്തിന്റെ ഒരു കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ആണ് പെർമനന്റ് കൺസംഷൻ. സ്ഥിര ഉപഭോഗം സ്ഥിര വരുമാനത്തിന്റെ ഒരു നിശ്ചിത അനുപാതമാണ് എന്നാണ് ഇവിടെ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസ് അതിൽ നമ്മളുടെ മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നത്. The permanent income hypothesis states that the average fraction of permanent income devoted to the consumption will be same for all the families. സ്ഥിര വരുമാനത്തിൽ നിന്ന് ഉപഭോഗത്തിനായി വിനിയോഗിക്കുന്ന ശരാശരി തുക എല്ലാ കുടുംബങ്ങൾക്കും ഒരേ അനുപാതത്തിലായിരിക്കും എന്നാണ് മിൽട്ടൺ ഫ്രീഡ്മാൻ ഈ ഒരു തിയറിയിൽ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. The average fraction of permanent income devoted to consumption will be the same for all families. ഉപഭോഗത്തിൽ വിനിയോഗിക്കുന്ന ശരാശരി എമൗണ്ട് അല്ലെങ്കിൽ ശരാശരി തുക എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ ഫാമിലിക്കും ഒരേ അനുപാതത്തിൽ ആയിരിക്കും എന്നുകൂടെ ഈ ഒരു തിയറിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് സോ ദ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഈസ് ദ സെയിം ഫോർ ഓൾ ദ ഫാമിലീസ്. അതുകൊണ്ട് തന്നെ APC എന്ന് വെച്ച് കഴിഞ്ഞാൽ C ഡിവൈഡഡ് ബൈ Y ആണ്. കൺസംഷന്റെയും ഇൻകത്തിന്റെയും റേഷ്യോനെയാണ് ടോട്ടൽ കൺസംഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം വിച്ച് ഈസ് ഈക്വൽ ടു APC ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു റേഷ്യോ എല്ലാ ഫാമിലിക്കും, അതായത് ഇൻകം കൺസംഷൻ ഡിവൈഡഡ് ബൈ ഇൻകം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് APC. ആ APC ഒരുപോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതിൽ പറയുന്നത് വേറൊന്നുമല്ല, ഇൻകം കൺസംഷൻ ഒരു ഇൻഡിവിജ്വലിന്റെ പെർമനന്റ് ഇൻകവും പെർമനന്റ് കൺസംഷനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ് ഇദ്ദേഹം ഫോക്കസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഫാമിലിയും അല്ലെങ്കിൽ എല്ലാ ഫാമിലീസിന്റെയും APC സെയിം ആയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം ഇൻകത്തിൽ വേരിയേഷൻസ് വരാം, അതുപോലെ തന്നെ കൺസംഷനിൽ വേരിയേഷൻസ് വരാം. അറ്റ് ദ സെയിം ടൈം APC എല്ലാ ഫാമിലീസിനും സെയിം ആയിരിക്കും. എങ്ങനെയാണെന്നുള്ള ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇൻകം കൂടുമ്പോൾ അവിടെ കൺസംഷനും കൂടും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു റിച്ച് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ C കൂടുതലായിരിക്കും, കൺസംഷൻ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഇൻകം കൂടുതലായിരിക്കും. അപ്പൊ ഒരു റേഷ്യോ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇൻകം കുറഞ്ഞ ഒരു പുവർ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ കൺസംഷൻ കുറവായിരിക്കും, ഇൻകം കുറവായിരിക്കും. അറ്റ് ദ സെയിം ടൈം ആ ഒരു റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ APC ഇസ് ദ സെയിം ഫോർ ഓൾ ദ ഫാമിലീസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഫ്രീഡ്മാൻസ് ബേസിക് ആർഗ്യുമെന്റ് ഈസ് ദാറ്റ് പെർമനന്റ് കൺസംഷൻ ഈസ് എ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ഓഫ് പെർമനന്റ് ഇൻകം. പെർമനന്റ് ഇൻകത്തിനെ നോക്കിക്കൊണ്ടാണ് പെർമനന്റ് കൺസംഷൻ നിലനിൽക്കുന്നത്. സ്ഥിര ഉപഭോഗം സ്ഥിര വരുമാനത്തിന്റെ ഒരു നിശ്ചിത അനുപാതം ആണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. Then finally, the criticisms of permanent income hypothesis. First one, the permanent income is an immeasurable concept since it depends on a household's subjective opinion of their future earnings. ആദ്യത്തെ നമ്മൾ പറയുന്നതാണ് ഈ ഒരു തിയറി ഇമ്മെഷറബിൾ കോൺസെപ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ തിയറിനെ നോക്കിക്കാണുന്നത് എന്നാണ് പറയുന്നത്. തിയറിയുടെ ക്രിറ്റിസിസം ആണ് നോക്കുന്നത്. ഇമ്മെഷറബിൾ മീൻസ് കൃത്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്ത കോൺസെപ്റ്റ് ആണ് ഇമ്മെഷറബിൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, കുറെ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു
ഇൻഡിവിജ്വലിന്റെ പെർമനന്റ് ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലോങ് ടൈം പീരീഡിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പെർമനന്റ് ഇൻകത്തെ നോക്കിക്കാണുന്നത്. ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു ഫാമിലിക്ക് ലഭിക്കുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ശരാശരി വരുമാനത്തിനെയാണ് നമ്മൾ സിംപ്ലി പെർമനന്റ് ഇൻകം എന്ന് പറയുന്നത്. അവിടെ ഒരു സബ്ജക്റ്റീവ് ഫാക്ടർ ആണ് അവിടെ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതായത് ഭാവിയിൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള വരുമാനത്തെ സംബന്ധിച്ചിട്ട് നമുക്ക് എക്സാക്ട് വിലയിരുത്താൻ നമുക്ക് അതിനെ പോസിബിൾ അല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ക്രിറ്റിസിസമായിട്ട് ഇമ്മെഷറബിൾ കോൺസെപ്റ്റ് ആയിട്ട് പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസിനെ നോക്കിക്കാണുന്നത്. ഒരു ലോങ് ഡ്യൂറേഷനിൽ നമ്മളുടെ ഇൻകം എത്രയാകുന്നു അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ശരാശരി ഇൻകം എത്രയാകുന്നു എന്നുള്ളത് നമുക്ക് എക്സാക്ട് പ്രഡിക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. സോ അതിന്റെ ഫസ്റ്റ് ക്രിറ്റിസിസമായി നമ്മൾ പറയുന്നതാണ് the permanent income is an immeasurable concept. Then the second one, there is not applicable in explaining the second one, Friedman's assumption of a constant average propensity to consume is subject to criticism. ദെൻ മെയിൻ ആയിട്ടുള്ള ക്രിറ്റിസിസം മാത്രമാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തു പോകുന്നത്. അടുത്ത മെയിൻ ക്രിറ്റിസിസം ആയിട്ട് നമുക്ക് പറയാം, ഫ്രീഡ്മാൻസ് അസംഷൻ ഓഫ് എ കോൺസ്റ്റന്റ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഈസ് സബ്ജക്ട് ടു ക്രിറ്റിസിസം. നമ്മൾ നേരത്തെ പറഞ്ഞത്, നമ്മൾ പറഞ്ഞു നിർത്തിയത് തന്നെ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിരുന്നു, APC ഈസ് ദ സെയിം ഫോർ ഓൾ ദി ഫാമിലീസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. അവിടെയും ഒരു ക്രിറ്റിസിസം നമ്മൾ മുന്നോട്ട് വെക്കാണ് ചെയ്യുന്നത്. ഒരു കോൺസ്റ്റന്റ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം വിച്ച് ഈസ് സബ്ജക്ട് ടു ക്രിറ്റിസിസം. അക്കോർഡിംഗ് ടു ഇർവിംഗ്, ഷൻ ആൻഡ് Tavis, the average propensity to consume declines as permanent income increases. ഇവിടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ക്രിറ്റിസിസം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് മെയിൻ ആയിട്ട് രണ്ട് ഇക്കണോമിസ്റ്റുകളായിരുന്നു. ഇർവിംഗ് ആൻഡ് കാവിസ് എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് ആണ് ആ ക്രിറ്റിസിസം മെയിൻ ആയിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ അവർ പറയുന്നതാണ് APC ഡിക്ലൈൻസ് ആസ് പെർമനന്റ് ഇൻകം ഇൻക്രീസസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളുടെ തിയറിയിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു, മിൽട്ടൺ ഫ്രീഡ്മാൻ പറഞ്ഞത് എന്തായിരുന്നു, APC കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് C ഡിവൈഡഡ് ബൈ Y ചെയ്യുമ്പോൾ എല്ലാ ടൈമിലും സെയിം റിസൾട്ട് ആയിരിക്കും കിട്ടുന്ന, ഒരു കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനിലായിരിക്കും APC ഓൾമോസ്റ്റ് സെയിം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഇർവിംഗ് ആൻഡ് കാവിസ് എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റുകൾ പറയുന്നതാണ് APC ഡിക്ലൈൻസ് ആസ് പെർമനന്റ് ഇൻകം ഇൻക്രീസസ്. പെർമനന്റ് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ APC ഡിക്ലൈൻ ചെയ്യുന്നു എന്നുള്ള ഒരു ഐഡിയയാണ് ക്രിറ്റിസിസം ആയിട്ട് ഇക്കണോമിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പെർമനന്റ് ഇൻകത്തില് ഒരു ഇൻക്രീസ് വരുമ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചതായിരുന്നു. APC ഇൻകത്തിൽ എന്ന് നമ്മൾ പഠിച്ചതായിരുന്നു. അപ്പോൾ ഇവിടെ ക്രിറ്റിസിസമായിട്ട് നമ്മൾ പറയുന്നതാണ് പെർമനന്റ് ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ APCയിലും ചേഞ്ച് വരാം, APC ഡിക്ലൈൻ ചെയ്യും, ഒരിക്കലും അത് കോൺസ്റ്റന്റ് ആയിരിക്കില്ല എന്നാണ് ക്രിറ്റിസിസം ആയിട്ട് നമ്മൾ പറയുന്നത്. ദെൻ ഫൈനലി Friedman's assumption of a MPC from transitory income is equal to 0 is also rejected by empirical studies. എംപിരിക്കൽ സ്റ്റഡീസിൽ പോലും MPC മിൽട്ടൺ ഫ്രീഡ്മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തിയറിയിൽ MPC 0 ആയിരിക്കും, അല്ലെങ്കിൽ ട്രാൻസിറ്ററി ഇൻകത്തിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന MPC നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഒരു ഐഡിയ. അത് ടോട്ടലി റിജക്ട് ചെയ്യാണ്. പല എംപിരിക്കൽ സ്റ്റഡീസും നമ്മൾ നടത്തിയപ്പോൾ അത് ടോട്ടലി റിജക്ട് ചെയ്യുന്ന രീതിയിലുള്ള റിസൾട്ട്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ട്രാൻസിറ്ററി ഇൻകത്തിൽ വരുന്ന ചേഞ്ച്, ട്രാൻസിറ്ററി ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഇൻകമാണ്. ഇറ്റ് മേ ബി നെഗറ്റീവ് ഒരു പോസിറ്റീവ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് കൺസംഷനിലും റിഫ്ലക്ട് ചെയ്യുന്നു. സോ അവിടെ ഒരു 0 ആയിരിക്കില്ല, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ആയിരിക്കും MPCയിൽ കാണുന്നത് എന്നുള്ള രീതിയിലുള്ള റിസൾട്ട് ആണ് പല എംപിരിക്കൽ സ്റ്റഡീസും കാണിച്ചിരിക്കുന്നത്. The studies showed that MPC from transitory income is positive. എംപിരിക്കൽ സ്റ്റഡീസിൽ നമുക്ക് കാണാൻ സാധിച്ചത് എന്താണ്, MPC from transitory income is positive എന്നുള്ള ഒരു റിസൾട്ട് ആണ് നമുക്ക് പല എംപിരിക്കൽ സ്റ്റഡീസും കാണിച്ചത്. ട്രാൻസിറ്ററി ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഇൻകം ആണ്. മിൽട്ടൺ ഫ്രീഡ്മാൻ പറഞ്ഞു അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഇൻകം നമ്മൾ
കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് ചേഞ്ച് ട്രാൻസിറ്ററി ഇൻകത്തിൽ വന്നു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വലിന് ഒരു ലോട്ടറി ലഭിച്ചു എന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഒരു ഒരു 10 lakhന്റെ ലോട്ടറി ഒരു ഇൻഡിവിജ്വലിന് കിട്ടി. ആ 10 lakhും ഈ ഒരു തിയറി പ്രകാരം അദ്ദേഹം പറയുന്നത് സേവ് ചെയ്യും എന്നുള്ള ഒരു ഐഡിയ ആണ് മിൽട്ടൺ ഫ്രീഡ്മൻ മുന്നോട്ട് വെക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ MPC 0 ആയിരിക്കും. അവിടെ കൺസംഷനിൽ ചേഞ്ച് ഉണ്ടാവില്ല. ചേഞ്ച് ഇൻ ഇൻകത്തിൽ വരുന്ന ചേഞ്ചിനനുസരിച്ചിട്ട് കൺസംഷനിൽ ചേഞ്ചസ് ഉണ്ടാകില്ല. അതുകൊണ്ടാണ് അദ്ദേഹം 0 എന്ന് പറയുന്നത്. പക്ഷെ എംപിരിക്കൽ സ്റ്റഡീസ് എന്താണ് കാണിച്ചിട്ടുള്ളത്? ഒരിക്കലും ട്രാൻസിറ്ററി ഇൻകത്തിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, ട്രാൻസിറ്ററി ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൺസംഷനിലും ഒരു ചേഞ്ച്, ഒരു പോസിറ്റീവ് ചേഞ്ച് തന്നെ ഉണ്ടാക്കും. ഇപ്പൊ നമുക്കൊരു 10 lakh കിട്ടിക്കഴിഞ്ഞാൽ 10 lakh നമ്മൾ സേവ് ചെയ്യില്ല. ഒരു ഇൻഡിവിജ്വൽ അവരുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, അവരുടെ ബിഹേവിയർ ഒക്കെ വെച്ചുകൊണ്ട് അവര് ഫുള്ളും സേവ് ചെയ്യില്ല. ഒരു എന്താ പറയാ, 10 lakh കിട്ടിക്കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 2 lakh എങ്കിലും കൺസ്യൂമേഴ്സ്, ഇൻഡിവിജ്വൽസ് സ്പെൻഡ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ MPC പോസിറ്റീവ് ആവും. ഇൻകത്തിൽ വരുന്ന ചേഞ്ച് MPC കൺസംഷനിലും ചേഞ്ചസ് ഉണ്ടാക്കും. സോ ΔC ഡിവൈഡഡ് ബൈ ΔY നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒരു പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും കാണിക്കുന്നത്. ഇത്രയാണ് പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസിനെ കുറിച്ച് പറയാനുള്ളത്. പലപ്പോഴും SC ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമുക്ക് തിയറീസ് ഓഫ് കൺസംഷൻ ഫംഗ്ഷനിൽ മെയിൻ ആയിട്ടൊരു 5 തിയറീസ് മാത്രമേ നമുക്ക് അതിൽ പഠിക്കാനുള്ളൂ. അറ്റ് ദ സെയിം ടൈം പലപ്പോഴും SC ആയിട്ട് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഏതെങ്കിലും ഒരു തിയറി ചോദിക്കാറുണ്ട്. SC ആയിട്ടും ഉണ്ടായിരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് എസ്സേ ഈവൻ 2 മാർക്കിന്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഡിമോൺസ്ട്രേഷൻ ഇഫക്ട്, റാപ്ചറ്റ് ഇഫക്ട് ഒക്കെ മാത്രം 2 മാർക്കിനൊക്കെ എടുത്ത് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് പഠിച്ച് വെക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പം ഐക്കോൺ ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് നിങ്ങൾ ചോദിക്കാവുന്നതാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പം ചോദിക്കുക. ഇതിൽ വേറെ ഒന്നല്ല പറയുന്നത്, തിയറിയിൽ ജസ്റ്റ് പെർമനന്റ് ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു ഇൻഡിവിജ്വലിന്റെ കൺസംഷൻ നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ഐഡിയയാണ് അദ്ദേഹം പറയുന്നത്. പെർമനന്റ് ഇൻകത്തിൽ വരുന്ന 2 പെർമനന്റ് ഇൻകം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ലോങ് റണ്ണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പെർമനന്റ് ഇൻകത്തിനെ നോക്കി കണ്ടിരുന്നത്. ആ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ് ഈ ഒരു കോൺസെപ്റ്റ് നമുക്കിപ്പോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസും അതുപോലെ തന്നെ റാൻഡം വോക്ക് ഹൈപ്പോത്തിസിസും ആണ്. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം പറയാം.